യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൃപാസനം മാതാവ് വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ആശാ മാത്യു. ഞാൻ വൈക്കത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മെയ് 22-നായിരുന്നു. അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ OET എക്സാം എഴുതുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ OET എക്സാം എഴുതുന്നവരൊക്കെ ഉടമ്പടി എടുത്തത് വഴി OET പാസ്സായി, അത്രയും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം എക്സാമിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു, പോയി എക്സാം എഴുതി. പക്ഷേ ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്തില്ല. എൻ്റെ റിസൾട്ട് വന്നു, കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാ ആഴ്ചയിലെയും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൂടി സാക്ഷ്യങ്ങൾ കൃത്യമായി കേട്ടു. അപ്പോഴാണ് എനിക്ക് ഉടമ്പടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉടമ്പടിയിലുള്ള ജീവിതം നയിക്കേണ്ടതെന്ന് മനസ്സിലായത്. അതിനുശേഷം ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഞാൻ നിർവഹിച്ചു. ഞാൻ നേരത്തെ മുതൽ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു. മാസത്തിലൊരിക്കലും മാത്രമേ കുമ്പസാരിക്കത്തുള്ളായിരുന്നു. അത് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ ഇവിടെ വന്ന് ആദ്യമൊക്കെ ഒരു കെട്ട് പത്രം മാത്രം വാങ്ങിക്കൊടുത്തിരുന്ന ഞാൻ 5 കെട്ട് പത്രം 6 കെട്ട് പത്രങ്ങളൊക്കെ വാങ്ങിച്ച്, ഞാൻ പാലായിലായിരുന്നു OET പഠിച്ചത്. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അവിടെ എനിക്കറിയത്തില്ല, വീടുകളൊന്നും എനിക്കറിയത്തില്ല. അവിടെയുള്ള വീടുകളിലെല്ലാം കയറി, അറിയാത്ത വീടുകളിലും എല്ലാ മതസ്ഥരായ ആൾക്കാരുടെ വീടുകളിലെല്ലാം കയറി പത്രമെല്ലാം കൊണ്ടു കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസത്തോളം ഞാൻ അവിടെ പോയി അവർക്ക് സഹായങ്ങളെല്ലാം ചെയ്തെല്ലാം കൊടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ OETയുടെ എക്സാം ഇതിനിടയിൽ ചെയ്തു. അപ്പോൾ എനിക്ക് OET പഠിക്കുന്നവർക്കും ചെയ്യുന്നവർക്കും അറിയാം, OETയിൽ 4 മൊഡ്യൂൾസ് ഉണ്ട്. അത് റൈറ്റിങ്, സ്പീക്കിങ്, റീഡിങ്, ലിസണിങ്. ഇതിലെനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂളെന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ്. സത്യം പറഞ്ഞാൽ അത് എടുക്കുമ്പോൾ തന്നെ വായിക്കാൻ തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ആങ്ങള മരിച്ച്. ഞാൻ അങ്ങോട്ട് പോയി അവിടെ പ്രാക്ടീസ് ചെയ്യാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളുമായി പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചെയ്ത് ഞാൻ ഓരോ എക്സാം വീതമാണ് എഴുതണത്. റീഡിങ്ങിൻ്റെ എക്സാം പോയിട്ട് എഴുതി. അതിനു മുമ്പ് ഞാൻ ലിസണിങ്ങും 4 വട്ടം എഴുതിയിരുന്നു. അങ്ങനെ എഴുതി ഞാൻ മടുത്ത് റീഡിങ്ങിലേക്ക് തിരിഞ്ഞു. റീഡിങ്ങിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഫീവർ സ്റ്റാർട്ടായി, സ്നീസിങ് സ്റ്റാർട്ടായി. ഇൻവിജിലേറ്റേഴ്സ് എനിക്ക് ടിഷ്യൂ ഒക്കെ കൊണ്ടുതന്ന്. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും എനിക്ക് റീഡിങ്ങിൽ A പാർട്ടിൽ 12 സ്കോറിൽ കൂടുതൽ കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് 20 മാർക്സിൻ്റെയാണ്. അന്ന് ഞാൻ എക്സാം എഴുതിയപ്പം എനിക്ക് 18 സ്കോർസ് ഉണ്ട്. ഞാൻ 18 ആൻസേഴ്സും എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെയ്തു, എനിക്ക് 18 ആൻസറുകളും കിട്ടി. B പാർട്ടിലേക്ക് വന്നു. ഞാൻ നോക്കിയിട്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ മനസ്സിലാവണമെന്നൊന്നും എനിക്കറിയത്തില്ല. ക്വസ്റ്റ്യൻ നോക്കുന്നു, ആൻസർ എഴുതുന്നു, എല്ലാം എഴുതി. C പാർട്ടും അങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഇവിടെ വന്നു. അവിടെ ഇരുന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടെ വന്നിരുന്നു. ഞാൻ റിസൾട്ട് നോക്കി. എനിക്കറിയത്തില്ല, എനിക്ക് B സ്കോർ കിട്ടി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഇനി എനിക്ക് കിട്ടാതിരിക്കുന്ന ഏറ്റവും വലിയ കടമ്പയെന്ന് പറഞ്ഞാൽ ലിസണിങ്ങിൻ്റെ സ്കോറാണ്. അതിനുവേണ്ടി ഞാൻ ആ റിസൾട്ട് നോക്കിയതിൻ്റെ ഒപ്പം ഇവിടെ ഇരുന്നിട്ട് ഞാൻ അടുത്ത ഡേറ്റ് എടുത്തു. ജൂലൈ 8 ഞാൻ ഡേറ്റ് എടുത്തു. ജൂലൈ 8 ഡേറ്റ് എടുത്തു. ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു. ഉടമ്പടിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല, എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പഠിക്കാനും സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ 4 ആയപ്പം നമുക്ക് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമാണ് നമ്മുടെ എക്സാം എടുക്കുന്ന ടൈം. ജൂലൈ 4 ആയപ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം, നല്ല മഴയായിരുന്നു. ആ ഒരാഴ്ചത്തേക്ക് മഴ, വെള്ളപ്പൊക്കം, പ്രശ്നങ്ങളൊക്കെയാണ്. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ മഴയുടെ സമയത്ത് വീട്ടിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാദർ പോയിട്ട് എത്തിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയുടെ അച്ഛൻ ഇവിടെ വീണ് കിടപ്പുണ്ട്, വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ അല്ലേ, ചെറുതായിട്ടൊന്ന് തെന്നി വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആൾ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കണേ.
അവിടെ നിന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനും ഞാനും പിന്നെ KSEBയുടെ കുറച്ച് വർക്കേഴ്സും ഉണ്ടായിരുന്നു. അവരും കൂടെ ഞങ്ങൾ അപ്പച്ചായനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ എമർജൻസി കാരത്താസിൽ പോയി സർജറിയൊക്കെ ചെയ്തു. 4-ാം തീയതി കഴിഞ്ഞു. KSEBയുടെ ലൈൻ പൊട്ടിക്കിടക്കുമായിരുന്നു. KSEBയുടെ ലൈൻ ഇച്ചിരി കൂടെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ അപ്പച്ചായി ആ ലൈൻ കമ്പിയിൽ കറണ്ട് അടിച്ച് പോയേനെ. അങ്ങനെ ആ ലൈൻ കമ്പിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണ് മാതാവ് അപ്പച്ചായി അവിടെ വീണ് ഒരു സർജറി എന്ന് പറയുന്ന ചെറിയൊരു, അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു, അയ്യോ കഷ്ടകാലമാണല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ സമയം. ഒരു കഷ്ടകാലവും ഇല്ല, മാതാവ് സംരക്ഷിച്ചതാ. മുന്നോട്ട് പോയിരുന്നെങ്കിൽ KSEBയുടെ ലൈനെ ചുറ്റിക്കിടന്നേനെ. രക്ഷപ്പെടുത്തി, ഈ ഒരു സർജറിയിലൂടെ രക്ഷപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ജൂലൈ 8-ാം തീയതി കാലത്തെ എനിക്ക് എക്സാം എഴുതാൻ പോകേണ്ട മണർകാടാണ്. അവിടുന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കുകയാണ്. അവിടുന്ന് രാവിലെ 6 മണിയായപ്പോൾ അവിടുത്തെ കുർബാനയും കൂടിയതിന് ശേഷം ഞാൻ പോയി എക്സാം എഴുതി. അവിടെ ചെന്ന് എക്സാം എഴുതാം. കാരണം അതിന് മുന്നേ എഴുതിയ എക്സാം എല്ലാം ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഡെയിലി വെളുപ്പിനൊക്കെ എണീറ്റ് പ്രാക്ടീസ് ചെയ്യും, രാത്രി പ്രാക്ടീസ് ചെയ്യും. പക്ഷേ കിട്ടത്തില്ല. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നും പ്രാക്ടീസൊന്നും ചെയ്തില്ല, ഒന്നും അറിയത്തില്ല എന്നുള്ള നല്ല കോൺഫിഡൻസും ഉണ്ട്. ഒന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ പോയി എക്സാം എഴുതി. 8-ാം തീയതിക്കത്തെ എക്സാം എഴുതി. ഒന്നും മനസ്സിലായൊന്നുമില്ല. A പാർട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ഞാൻ എഴുതി. പിന്നെ കുറച്ച് 2-3 ആൻസറുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ മാതാവ് തോന്നിച്ച കുറച്ച് കാര്യങ്ങൾ ഊഹിച്ചെഴുതണ പോലെ അങ്ങോട്ട് ഞാനങ്ങ് എഴുതി വെച്ചു. C പാർട്ടൊക്കെ വന്നപ്പോഴത്തേക്ക്, C പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു പോർഷനാണ്. ആൻസർ എനിക്ക് തോന്നുന്നത് C-യാ, പക്ഷെ ഞാൻ മാർക്ക് ചെയ്യണത് A-യാ. അങ്ങനെ 3-4 ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് തോന്നണതല്ല ഞാൻ മാർക്ക് ചെയ്യണം, പക്ഷെ ഞാൻ മാച്ചില്ല, അതേ ഇതിൽ തന്നെ പോകുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നു. അവിടുന്ന് ഡയറക്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ വന്നത്. ഹോസ്പിറ്റലിൽ വന്നു. അന്ന് ആ സർജറിയുടെ സമയത്ത് എൻ്റെ അപ്പച്ചായിക്ക് COPD എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. സർജറി ചെയ്യുമ്പോൾ മേജർ സർജറിയാണ്. ജനറൽ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ആളെ പിന്നെ വെന്റിലേറ്ററിൽ നിന്നൊക്കെ കയറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് അപ്പച്ചാനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പോൾ അനസ്തേഷ്യ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ COPDയുടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കത്തില്ല, സ്പൈനൽ അനസ്തേഷ്യയിൽ ചെയ്യും. സ്പൈനൽ അനസ്തേഷ്യയിൽ ചെയ്തു. പിറ്റേ ദിവസം ആളെ അന്ന് സർജറി ചെയ്തു. ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ കാണിച്ചു. പിറ്റേ ദിവസം ആളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ആളെ റിക്കവറായി. ഞങ്ങൾ വീട്ടിൽ വന്ന് ഇപ്പോൾ 1 മാസമായി. എൻ്റെ അപ്പച്ചായി ഭയങ്കര ബെറ്ററായിട്ടുണ്ട്. എണീറ്റിരിക്കും, അത്യാവശ്യം ഇരുന്നുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ നടന്നോളാമെന്നാണ് പറയണേ, പക്ഷേ ഇപ്പം നടക്കാനായിട്ട് ഡോക്ടറിൻ്റെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നടത്താത്തത്. അപ്പോൾ എൻ്റെ ജൂലൈ 8-ൻ്റെ റിസൾട്ട് വരേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് മുന്നമാണ്. 2 ആഴ്ചയ്ക്ക് മുന്നെന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എല്ലാവരുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, നിൻ്റെ റിസൾട്ട് വന്നില്ലേ എന്ന് ചോദിച്ചു. വൈകിട്ട് 7 മണി 8 മണി സമയത്താണ്. ഞാൻ നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് വരുന്നില്ല. രാത്രി 10 മണിയായി. ഭയങ്കര വിഷമമായി. എൻ്റെ മാതാവേന്ന് ഞാൻ വിളിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ല, നിൻ്റെ റിസൾട്ട് വരും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു 9:30-10 മണിയായപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. ക്വാളിറ്റി അഷുറൻസ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്, പറ്റണത്രയും വേഗത്തിൽ വരാം. അപ്പോൾ അങ്ങനെ ചെയ്തേക്കണ എല്ലാ റിസൾട്ടുകളും ഹോൾഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിലത്തെ റിസൾട്ട് വരെ ഇപ്പോഴും വരാത്തതുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ ഇനിയും എന്നെ ഒരു എക്സാം എഴുതിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി എല്ലാ ദിവസത്തെയും പോലെ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അടുത്ത എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം രാവിലെ 8:30 ആയപ്പോൾ ഞാൻ ബൈബിൾ വായനയെല്ലാം കഴിഞ്ഞിട്ട് ലൈറ്റ് പ്രെയർ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച്. ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, മാതാവേ എൻ്റെ ഹോൾഡാക്കിയേക്കണ റിസൾട്ട് ഇന്ന് വന്നെ, അതെന്നെ പാസ്സാക്കി തന്നെ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. കാരണം ഞാൻ പരീക്ഷ പഠിക്കാതെ പോയ എക്സാമാണല്ലോ, നമുക്ക് കിട്ടത്തില്ലല്ലോ. എന്നാലും അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മെറിറ്റ് പോകുമ്പോഴാണ് ഗ്രേസ് പ്രവർത്തിക്കണേന്ന്. സത്യമായ കാര്യമാണ്. അത്രയും നാളും ഇതുവരെ പഠിച്ചിട്ട് പോയി എഴുതിയ എക്സാം നമുക്ക് കിട്ടിയില്ല. പിന്നത്തെ റിസൾട്ട് തിങ്കളാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് 11 മണിയായപ്പോൾ വീണ്ടും എൻ്റെ ആ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടി എല്ലാവരുടെയും റിസൾട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നണേ, നീ ഒന്ന് നോക്കാൻ പറഞ്ഞ്. ഞാൻ റിസൾട്ട് നോക്കി. ആദ്യം നോക്കിയപ്പോൾ B ഗ്രേഡ്. ഞാൻ വീണ്ടും നോക്കി, സത്യമാണോ എന്ന് അറിയണ്ട, നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത കാര്യം എഴുതി വെച്ചിട്ട് B ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സത്യമായിരുന്നു, എനിക്ക് B ഗ്രേഡ്. അങ്ങനെ OET പാസ്സായി. ഇപ്പം എൻ്റെ അപ്പച്ചായുടെ സർജറിയുടെ കാര്യം പറഞ്ഞ് അപ്പച്ചായും ബെറ്ററായിട്ടിരിക്കുന്നു.
വേറൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതെന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയൊരു അനുഗ്രഹം. ഞാൻ 2020 ഡെലിവറി കഴിഞ്ഞ് ഒരു 5-6 മാസം മെറ്റേണിറ്റി ലീവ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പം മുതൽ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഇടയിൽ നിന്ന് ടക്ക് ടക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. നമ്മൾ നേഴ്സസിന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും സ്റ്റെപ്പ് കയറ്റവും ഒക്കെ തന്നെയാണല്ലോ, നമുക്ക് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. ആ ടൈമിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പുറത്ത് നിൽക്കണ ആൾക്ക് കേൾക്കാം എൻ്റെ മുട്ടിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന സൗണ്ട് പയ്യനെ മാറി, അല്ല സൗണ്ട് മാറിയെന്നില്ല, സൗണ്ട് ഇപ്പോൾ സ്ഥിരമായി. അപ്പോൾ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ലോ സിറ്റിങ് പറ്റത്തില്ല. പള്ളിയിലൊക്കെ വന്നാൽ ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ടേ ഇരിക്കുള്ളൂ, കാരണം നമുക്ക് പിടിച്ചെണീക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ആരെങ്കിലും കണ്ടാൽ നാണക്കേടല്ലേ. ഈ പ്രായത്തിൽ 70 വയസ്സ് 60 വയസ്സുള്ളവർ നല്ല സുഖമായിട്ട് മുട്ടുകുത്തി എണീക്കുന്ന സമയത്ത് നമ്മൾ പോയി സൈഡിൽ പോയി മുട്ടുകുത്തി എണീക്കാനൊക്കെ പറ്റാതെ വരുമ്പോൾ നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരും കാണാതെ ഏതെങ്കിലും മൂലയ്ക്കൊക്കെ പോയി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ കുമ്പസാരിക്കാൻ വേണ്ടി പോയി. കുമ്പസാരക്കൂട്ടി കയറി കുമ്പസാരിച്ചിട്ട് ആരുടെ ഒരു സഹായമില്ലാതെ സുഖമായിട്ട് എണീറ്റു. അപ്പോൾ അതിനു മുന്നേ എന്നോടൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് MRI ചെയ്യാം, MRI ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സർജറി ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരികയല്ല ഡോക്ടറെ എന്ന് പറഞ്ഞ്. ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ദിവസം ഉടമ്പടി തൈലം മുട്ടയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. കുമ്പസാരം കഴിഞ്ഞു, എണീറ്റു. അതിന് മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ ഒരു പള്ളിയിൽ പോയി ഒരു ഫംഗ്ഷന് പോയിട്ട് അറിയാലോ നമുക്ക് ടോയ്ലറ്റിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ലോ ആണ്, പുറത്ത് അവിടെ ഇരുന്നിട്ട് ഞാൻ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഓടി വന്ന് എന്നാ പറ്റിയെന്ന്, എനിക്ക് എണീക്കാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞു ഞാൻ എണീറ്റു. ഞാൻ നോക്കി എൻ്റെ മുട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു തോന്നണമായിരിക്കും. വീണ്ടും ഞാൻ മുട്ടുകുത്തി നോക്കി, കുഴപ്പമില്ല. എണീറ്റു. കുർബാനയുടെ ഫുൾ ടൈം മുട്ടുകുത്തി എണീറ്റു. കസേരയുടെ സഹായം വേണ്ട, ബെഞ്ചിൻ്റെ സഹായം വേണ്ട, ഒരു സഹായവും വേണ്ട. പിന്നെ ഞാൻ നോർമലായിട്ട് മുട്ടുകുത്താനും എണീക്കാനും ഒക്കെ തുടങ്ങി. എനിക്കിപ്പം മുട്ടിൻ്റെ ഒരു കുഴപ്പമില്ല. പിന്നെ ഈ മുട്ടിൻ്റെ കാര്യത്തിന് ഞാൻ ഡോക്ടറെയും കണ്ടിട്ടില്ല, MRIയും ചെയ്തിട്ടില്ല, ഒരു സർജറിയും ചെയ്തിട്ടില്ല. മുട്ടിൻ്റെ തേയ്മാനമാണെന്നാണ് പറഞ്ഞത്. അതിന് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് മാതാവ് നൽകിയ വേറൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു 40 വർഷത്തോളം, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള വീടാണ്, അവിടത്തേക്ക് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വണ്ടി കയറാൻ പാകത്തിന് ഡയറക്റ്റ് ഞങ്ങൾ 3-4 വീടിൻ്റെ മിറ്റം വഴി കയറിയായിരുന്നു പോന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി കയറാൻ പാകത്തിനുള്ള വഴിയായിട്ടുണ്ട്. പിന്നെ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ OET എഴുതുന്നത് തന്നെ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. 3 കിട്ടിക്കഴിഞ്ഞാൽ 1 B കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് CGFNS എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ചെയ്യണമെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്നാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണമെങ്കിൽ എൻ്റെ പോസ്റ്റ് BSc ഞാൻ മധ്യപ്രദേശിലാണ് ചെയ്തേക്കണത്, GNM ചെയ്തേക്കണത് കേരളത്തിൽ. അപ്പം പോസ്റ്റ് BSc അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് GNM ഇവിടെ ആക്കി ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നാൽ മാത്രമേ എനിക്ക് CGFNS ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കേരള നഴ്സിംഗ് കൗൺസിലിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു, തിരിച്ചു വന്നു. പിന്നത്തെ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ പറഞ്ഞു, ചേച്ചി അതൊരു 4-5 മാസം എടുക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ചേച്ചി ഇനി CGFNS ചെയ്യുമ്പം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേ ചേച്ചിക്ക് CGFNS തന്നെ ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവർക്ക് എന്നെ ഭയങ്കര പരിചയമുള്ള പോലെയാണ് അവിടുത്തെ ആൾക്കാർ. കാരണം 1-2 പ്രാവശ്യം ചെന്നപ്പം തന്നെ എന്നെ അവർക്ക് പരിചയമായി. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നോട് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന പോലെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു കോളേജിൽ ആരുമായിട്ടെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവരെ വിളിച്ച് പറയാം, ഞാൻ ഇപ്പം തന്നെ മെയിൽ വിടാം. ഈ മെയിലെന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡ്യൂ അനുസരിച്ച് നോക്കിയിട്ട് അവർ മെയിൽ സെൻഡ് ചെയ്യും. ഈ മെയിൽ നമ്മുടെ കോളേജിൽ ചെന്ന് കോളേജുകാർക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് അവർ വായിച്ചു കഴിഞ്ഞിട്ട് അവരുടെ സമയത്തിനനുസരിച്ച് അവർ നമുക്ക് NOC നേഴ്സിംഗ് കൗൺസിലിലേക്ക് വിടും. എന്നിട്ട് അത് അവർക്ക് അടുത്ത സമയം കിട്ടണതനുസരിച്ചിട്ട് നോക്കിയിട്ടാണ് പിന്നെ
അടുത്ത പ്രോസസ്സിങ് നമുക്ക് മെയിൽ ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും നഴ്സിംഗ് കൗൺസിലിൽ കൊണ്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് മാഡം എന്നോട് ചോദിച്ചു, കോളേജായിട്ട് ആർക്കെങ്കിലും കോൺടാക്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു അവിടുത്തെ പ്രിൻസിപ്പളിനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വേഗം വിളിച്ചോ, ഞാൻ ഇവിടുന്ന് മെയിൽ ചെയ്യുക, ആളോട് പറയാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴാണ് ഞാൻ സാറിനെ വിളിച്ചു. സാറേ, ഇന്നപോലെ ഒരു സംഭവമുണ്ട്, ഞാനിവിടെ ട്രിവാൻഡ്രം വന്നിരിക്കുവാണ്, സാർ എനിക്കൊരു ഹെൽപ്പ്, മലയാളിയാണ് സാറ്, സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, എനിക്ക് ഇന്നപോലെ NOCക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ്, ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, അതിനെന്താ ആഷാ, ഞാൻ ചെയ്തു തരാം, പക്ഷെ ഞാൻ ഇന്ന് ലീവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ സാർ ലീവാണ്, അപ്പോൾ എന്നെ ചെയ്യണേ? പേടിക്കണ്ട, ഞാനൊരു 2:30-3 മണിയാകുമ്പോഴത്തേക്കും വന്ന് ചെയ്തു തന്നോളാം. ലീവിലുള്ള സാറ് വീട്ടിൽ നിന്ന് വന്ന്, അങ്ങനെ ലീവുള്ള ഒരാൾ യാതൊരു പരിചയമില്ലാത്ത, അതായത് ജസ്റ്റ് ഇങ്ങനെയുള്ള കോണ്ടാക്റ്റ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ചൊരു പേഴ്സണലായിട്ടുള്ള അറിവൊന്നുമില്ല. ആൾ പറഞ്ഞ് സാരമില്ല ഞാൻ വന്ന് ചെയ്തു തരാമെന്ന്. ആളെ തോന്നിച്ചത് മാതാവ്. ഈ ആൾക്ക് മെയിൽ വേഗം കൊടുക്കാനായിട്ട് ആ മാഡത്തിനെ തോന്നിച്ചതും മാതാവ് തന്നെ. എന്നിട്ട് ആൾ വന്ന് ചെയ്ത് 4 മണിയായപ്പോഴത്തേക്കും മെയിൽ ഇവിടെ വന്ന് NOC വന്നു, എല്ലാം ക്ലിയറായി. പുള്ളിക്കാരി എന്നോട് പറഞ്ഞ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തോ, 1 മാസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കോൾ വന്ന് ഒരു സർട്ടിഫിക്കറ്റും കൂടെ തന്നെയെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു. പിറ്റേ ആഴ്ച എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് 2ഉം കിട്ടി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദിവ്യകുമാരനും അതിനുവേണ്ടി എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച മാതാവിനും, കൃപാസന മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു.